കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് നികേഷ് കുമാർ പ്രചാരണ വേളയിൽ കിണറിൽ ഇറങ്ങുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ ഇപ്പോൾ വീണ്ടും അത് ട്രെൻഡിങ് ആയി വൈറലായി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്ഥിരീകരണവുമായി KM ഷാജി വന്ന് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞിട്ടാണ് നികേഷ് കുമാർ ഇത്തരത്തിൽ കിണറിൽ ഇറങ്ങിയത് എന്നുള്ളൊരു രീതിയിൽ. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ MA ബേബി പാത്രം കഴുകുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം, ഒരു ഫോട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ തന്ത്രം, ഇത് CPM-നോടത്തുള്ള എല്ലാ നേതാക്കന്മാരും പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് വ്യത്യാസമുണ്ട്. MA ബേബി പാത്രം കഴുകിയതും നികേഷ് കുമാർ ഈ പറയപ്പെടുന്ന തരത്തിൽ കിണറ്റിറങ്ങി തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം MA ബേബി അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്, അദ്ദേഹം കഴിക്കുന്ന പാത്രം കഴുകി വെക്കുന്നത് അദ്ദേഹത്തിന്റെ ശീലമാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അത് ഈ PR വർക്കിന് വേണ്ടി ഉപയോഗിച്ച സൈബർ ഇടങ്ങൾ, അന്തംഗമ്മികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നവർ, അവര് ആ പാവ മനുഷ്യനെ MA ബേബി എന്ന് പറയുന്ന അവരുടെ ദേശീയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ മാത്രമുള്ള എങ്കിൽ പോലും ദേശീയ സെക്രട്ടറിയെ കളിയാക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പക്ഷേ ഈ നികേഷ് കുമാറിന്റെ കിണറ്റിലിറക്കം, അവിടെ ഈ KM ഷാജിയും നികേഷ് കുമാറും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന കാലഘട്ടത്തിൽ KM ഷാജി വിജയിച്ചു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അതായത് നികേഷ് കുമാറിന്റെ ആദ്യ കന്നി നിയമസഭാ പോരാട്ടം നടക്കുന്ന സമയത്താണ് അദ്ദേഹം വോട്ട് തേടി ഒരു വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവിടെ കുടിവെള്ളം കഴിയുന്നില്ല, മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരാൾ പരാതിപ്പെടുമ്പോൾ ഈ നികേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന ആൾ പറയാണ്, സാറൊന്ന് ഇറങ്ങി പരിശോധിച്ച് നോക്ക് എന്ന് പറയുന്നു. ഒന്നും ചിന്തിക്കാതെ നികേഷ് കുമാർ കിണറ്റിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇപ്പൊ കിണറ്റിലൊരു കാക്ക വീണെന്നോ പൂച്ച വീണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ പിന്നെ ആദ്യം മുകളിൽ നിന്ന് കൃത്യമായി വീക്ഷിക്കും, പിന്നീട് തൊട്ടിയൊക്കെ ഇട്ടിട്ട് കയറ് കെട്ടി ഇറക്കി ഒന്ന് കലക്കി നോക്കും. എന്നിട്ടും കണ്ടില്ലെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്യും, വേറെ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ എടുക്കും. ഒരു ചത്ത പൊങ്ങി വരുമ്പോൾ ഒന്നെങ്കിൽ തൊട്ടിയിട്ട് എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇറങ്ങാൻ അറിയാവുന്ന ഒരാളെ വിളിച്ച് എടുപ്പിക്കും. അത് സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ഒന്നാണ്, ഒരു വസ്തു എടുക്കാൻ വേണ്ടി. പക്ഷേ ഒരു കിണറ്റിലെ വെള്ളത്തിനൊരു സ്മെല്ലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഒന്നുകിൽ മോട്ടറുള്ള വീടാണെങ്കിൽ മോട്ടർ ഓൺ ചെയ്യുന്നു, പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു തൊട്ടി ഒരു കയറിന്റെ അറ്റത്ത് കെട്ടി അവിടേക്ക് ഇറക്കി ഒരു തൊട്ടി വെള്ളം എടുത്ത് നമ്മൾ മണപ്പിച്ച് നോക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ പറയാം, നികേഷ് കുമാർ ഇപ്പൊ ക്യാപ്സൂൾ വേണമെങ്കിൽ അങ്ങനെ ഇറക്കാമായിരുന്നു. നികേഷ് കുമാർ അതിലിറങ്ങി ആ വെള്ളത്തിന്റെ മാലിന്യ പ്രശ്നങ്ങൾ, അതിന്റെ ഉറവിടം കണ്ടെത്തി അവിടെ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ അതൊന്നുമല്ല, പുള്ളി നേരെ താഴോട്ട് ഇറങ്ങുന്നു, വെള്ളം എടുക്കുന്നു, മണപ്പിച്ച് നോക്കുന്നു, അതുപോലെ തിരിച്ചു കയറി വരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ. നികേഷ് കുമാർ, MV നികേഷ് കുമാർ വലിയ മാധ്യമ പ്രവർത്തനാണ്. ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വാർത്താ കേരളത്തിന് പുതിയൊരു മാനം നൽകിയ വാർത്താ അവതാരകനാണ് അദ്ദേഹം, മാധ്യമ പ്രവർത്തനാണ് അദ്ദേഹം. ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഒരു ഗുരുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നികേഷ് കുമാർ സാറ്, അദ്ദേഹത്തെ പോലൊരാള് ഈ ഭയങ്കരമായ ക്ഷമിക്കണം, ഈ എന്താണ് പറയാ, അദ്ദേഹത്തിന്റെ ആ ശരീരം വെച്ചുകൊണ്ട് അദ്ദേഹം എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ആ കിണറ്റിലേക്ക് ഇറങ്ങുന്നതൊക്കെ ആയിരുന്നു. അതിൽ ഞാൻ ആരാധനയോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായി ഇപ്പൊ വരുമ്പോഴാണ് ഇപ്പൊ KM ഷാജി ഒരു പ്രസംഗത്തിനിടയിൽ പറയുന്നത്, അന്ന് ഞാനാണ് ആ പണി കൊടുത്തത്. അതായത് എന്റെ ചാരന്മാർ, അതായത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന, നികേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ഞാനാണ് പറഞ്ഞത്, ഇദ്ദേഹം ഒരു പൊട്ടനാണ്, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കും, ഇങ്ങനെ ഒരു പണി കൊടുത്തു നോക്കൂ എന്ന് പറയുകയും അവിടെ ചെന്ന് വീട്ടുകാർ ഇത് പരാതി പറയുമ്പോൾ KM ഷാജി ചുമതലപ്പെടുത്തിയ ആളുകൾ പറയുന്നു, നിങ്ങളൊന്ന് ആ കിണറ്റിലേക്കൊന്ന് ഇറങ്ങി നോക്കാൻ പറയുമ്പോൾ പുള്ളി രണ്ടും കൽപ്പിക്കാതെ പിടിച്ചങ്ങ് ഇറങ്ങാണ്. ആ കയറി പിടിച്ചാണ് ഇറങ്ങുന്നത്. ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇറങ്ങില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ അതിഭീകരമായി വൈറലാകും. അങ്ങനെ നികേഷ് കുമാർ എന്ന് പറയുന്ന മലയാളികളെല്ലാം ആരാധിച്ചിരുന്ന, അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യന് ഗണേഷ് കുമാർ എന്നൊരു പേര് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് കണ്ടു. നികേഷ് കുമാർ ഇപ്പോൾ മാധ്യമ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് LDF-ന്റെ വലിയ പ്രവർത്തകനായി തുടരുന്നു. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഒട്ടനേകം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് അവന്റെ സൈബർ വിങ്ങിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പൊ നികേഷ് കുമാറാണ് പരവൂരിൽ, അതായത് VD സതീശന്റെ പറവൂരിൽ പറഞ്ഞത്, ഞാൻ എല്ലാ ദിവസവും ഒരു 5 കാർഡ് അങ്ങോട്ട് ഇട്ട് തരും, നിങ്ങളത് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്യണം, പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസം VD പറഞ്ഞു, ഒരു കാർഡ് ഇങ്ങോട്ട് ഇറക്ക്, യഥാർത്ഥ ഒറിജിനൽ കാർഡ് അങ്ങോട്ട് ഞാൻ ഇറക്കി തരാം എന്നൊരു വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് ഇതിനെ തുടർന്ന് ഇറക്കിയിട്ടുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ചയാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ BJP വലിയ രീതിയിൽ സൈബർ ലോകത്തെ പിടിമുറുക്കുമ്പോൾ അതേ ലോകത്ത് തന്നെ ഇടതുപക്ഷവും പിടിമുറുക്കുന്നു. അപ്പൊ ഈ കോൺഗ്രസ്സുകാരാണ് സൈബർ ലോകത്ത് വളരെ നിർജീവമായി നിന്നത്, സൈബർ ലോകത്തും വാർത്താ മാധ്യമ ലോകത്തും. കാരണം ഈ ജയ്ഹിന്ദിന്റെയും വീക്ഷണത്തിന്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. കോൺഗ്രസിനെ അനുകൂലിച്ചൊരു കണ്ടന്റ് ഇട്ടാൽ അത്
ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ നേഷൻ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത്, അതായത് ഞാൻ നവകേരള ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടിരുന്നു. നമ്മൾ ആ ബാക്ക് മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പേജ് വേണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ നേഷൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് നമ്മൾ വസ്തുനിഷ്ഠമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തിയപ്പോൾ എന്നോട് എന്റെ സുഹൃത്തുക്കളായ കുറെ മാധ്യമപ്രവർത്തകർ പറഞ്ഞ ഒരു വാചകമുണ്ട്: രോഹിത്, നീ ഈ കോൺഗ്രസ്സുകാർക്ക് അനുകൂലമായ വാർത്തയാണെങ്കിൽ പോലും അത് കോൺഗ്രസ്സുകാർക്കെതിരായി ചെയ്താൽ BJP-യുടെയും CPM-ന്റെയും ഒക്കെ വലിയ സൈബർ സപ്പോർട്ട് ലഭിക്കും. മാത്രവുമല്ല, മറ്റു ചില സാഹചര്യങ്ങൾ വേറെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം കോൺഗ്രസിന്റെ ഈ സൈബർ ഇടങ്ങൾ വളരെ നിർജ്ജീവമാണ്. അവരൊരു കണ്ടന്റ് ഷെയർ ചെയ്യുക പോലും ഇല്ല. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഒഴിവാക്കിയിട്ട് അതെല്ലാം ഇടതുപക്ഷത്തിനും BJP-ക്കും അനുകൂലമായി ചെയ്താൽ നന്നായിരിക്കും എന്ന് എന്നെ ഉപദേശിച്ച മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അന്ന് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്ന് കാണുന്നൊരു മാറ്റമുണ്ട്. അതായത് ഞാനിപ്പോ ഒരാവശ്യവുമായി ഒരിടത്തിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകർ അവിടെ വന്നു. നമ്മൾ പരിചയപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് ഉണ്ടായത്? ഈ നേതാക്കന്മാരൊക്കെ പൈസ കൊടുത്തുണ്ടാക്കിയ ട്രെൻഡ് ആണോ? അവരുടെ തന്നെ സംശയമാണ്. ഇത് പൈസ കൊടുത്തുണ്ടാക്കിയ ട്രെൻഡ് എന്നല്ല. ഈ പറയപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളോടുകൂടി സോഷ്യൽ മീഡിയ മുഴുവൻ UDF-ന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ, അങ്ങനെ ഒരു വലിയ ട്രെൻഡ്. അതായത് കോടികൾ പൊടിച്ചിട്ടും BJP-ക്കും കോടികൾ പൊടിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന് കിട്ടാത്ത വലിയൊരു സൈബർ സപ്പോർട്ട്. അതൊന്നും പെയ്ഡ് ക്യാമ്പയിനുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പെയ്ഡ് ക്യാമ്പയിനുകളാണെങ്കിൽ ആ പേയ്മെന്റ് കൊടുക്കുന്നവരൊക്കെ തേടി വരുന്ന കുറച്ച് ചില ചാനലുകൾക്കായി നേഷൻ ഫസ്റ്റ് മാറേണ്ട സാഹചര്യമുണ്ട്. നമ്മളെ സമീപിക്കാൻ ഒരാളും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പെയ്ഡ് ക്യാമ്പയിൻ അല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. കാരണം ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും, പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോ ഈ മാറ്റം ആളുകളെ ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റത്തിൽ നിന്ന് തിരിച്ചു പിടിച്ച് അത് ഇടതുപക്ഷത്തിന്റെ നേട്ടമാക്കി കാണിക്കുക സൈബർ ഇടങ്ങളിൽ മാധ്യമങ്ങളിൽ എന്നുള്ളത് ഈ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ PR അജണ്ടയാണ്. അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് MV നികേഷ് കുമാർ. അപ്പൊ സ്വാഭാവികമായും ഈ KM ഷാജി വെറുതെ ഒന്നും പ്രസംഗിച്ചു പോയതല്ല. കാരണം തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും കിണറ്റിലിറങ്ങി വെള്ളം എടുത്ത് മണപ്പിച്ചു നോക്കാൻ അത്രമാത്രം വിവേകബുദ്ധിയുള്ള ഒരാളെയാണ് ഈ സൈബർ പോരാട്ടങ്ങൾക്ക് ഇടതുപക്ഷം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ കണ്ണു നോക്കി എറിഞ്ഞാൽ അത് അയലോക്കക്കാരന്റെ കച്ചിത്തുറുവിൽ ചെന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ സൈബറുകളിൽ കിട്ടുന്ന സപ്പോർട്ട് മുഴുവൻ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ MA ബേബിയുടെ പാത്രം കഴിവൽ. MA ബേബിയെ കുറിച്ച് നമുക്കൊക്കെ ഒരു കൺസെപ്റ്റ്. ഞാൻ എന്റെ നാട്ടുകാരനാ, കൊല്ലത്തുകാരനാ. നമ്മളൊക്കെ റെസ്പെക്ടഡ് കാണുന്ന ഒരു മനുഷ്യനാ. പഴയ വിദ്യാഭ്യാസ മന്ത്രിയാ. വിദ്യാഭ്യാസ ലോകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു മനുഷ്യനാ. വലിയ ചിന്തകനൊക്കെയാണ്. അപ്പോ അദ്ദേഹം വളരെ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ആഹാരം കഴിച്ചാൽ പാത്രം കഴുകി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പണ്ട് എനിക്ക് ആ സ്വഭാവം ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്തായി തുടങ്ങിയ ഒരു സ്വഭാവം നല്ലൊരു ശീലമാണെന്ന് തോന്നിയത് കൊണ്ട് അറ്റ്ലീസ്റ്റ് ആ പാത്രം അവിടെ നിന്ന് എടുത്ത് വാഷ് ബേസിലെങ്കിലും കൊണ്ടിടാനുള്ള സാഹചര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ആഹാരം വിളമ്പി തരുന്നവരോട് നമ്മൾ കാണിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ, പക്ഷേ ഇപ്പൊ നേഷൻ ഫസ്റ്റിന്റെ ഓഫീസിൽ ഉച്ചയ്ക്ക് ആഹാരം നമുക്ക് എല്ലാവർക്കും ആഹാരം റെഡിയാക്കി തരും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചീഫ് എഡിറ്റർ എന്നുള്ള പ്രിവിലേജോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഓണർ എന്ന പ്രിവിലേജോ ഉപയോഗിച്ച് നമ്മളവിടെ നമുക്ക് ചോറും വിളമ്പി തരികയും ചായ ഇട്ട് തരികയും ഓഫീസ് വൃത്തിയാക്കുകയും ചെയ്യാൻ പറ്റുന്ന ചേച്ചിയോട് ഞാൻ കഴിച്ച പാത്രം ഞാൻ എണീറ്റങ്ങ് പോയാൽ മതി, ചേച്ചി എടുത്ത് കഴുകി വെക്കും. എനിക്കറിയാം പഴയ സ്ഥാപനത്തിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനതല്ല ചെയ്യുന്നത്. ഞാനത് എടുത്ത് കൊണ്ടുപോയി കഴുകി തിരിച്ച് പാത്രം കൊണ്ടുവച്ചിട്ടാണ് പോകുന്നത്. അതൊരു നല്ല ശീലമാണ്. അത് വളരെ ക്വാളിറ്റിയുള്ള ഒരു ശീലമാണ്. അപ്പൊ ആ ശീലം കാണിച്ചു കൊടുത്ത MA ബേബി സഖാവിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ഇതിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് സൈബർ ലോകം കൊണ്ടുപോയി. അതുപോലെയാണ് പല പദ്ധതി. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിന്റെ വികസനത്തിന്റെ 2ാം ഘട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം വലിയ LED വാളിൽ ഉമ്മൻചാണ്ടി സാർ എന്നല്ല, ആ വിഴിഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരെ നാക്കി വരും, എന്ത് ചെയ്യാൻ പറ്റും. പിണറായി വിജയൻ സഖാവ് കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സംസാരിച്ച ഒഫീഷ്യൽസും VD സതീശൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ വിഴിഞ്ഞം പദ്ധതിയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുകയാണ്. അപ്പോ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ PR വർക്കുകളും പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അതിനെ പൊളിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, സൈബർ ലോകം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കിണറ്റിലിറങ്ങി വെള്ളം പരിശോധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളെയാണ് ഈ പറയപ്പെടുന്ന തരത്തിൽ ഇതിന് നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അതിന്റെ KM ഷാജിയുടെ പ്രസ്താവനയുടെ ഏറ്റവും ഇപ്പൊ KM ഷാജി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കിണറ്റിലിറക്കി എന്ന് പറയുന്ന വാദത്തോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അതൊന്നും നടക്കുന്നില്ല. ഇപ്പൊ KM ഷാജി ചുമ്മാതെ പ്രസംഗിച്ചപ്പോൾ ഒരു ആവേശത്തിന്റെ പുറത്തങ്ങ് പ്രസംഗിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ
നിലവിലെ സാഹചര്യത്തിൽ അതിന് ഒരുപാട് കഥകൾ അത് ശരിയാണെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. സൈബർ ലോകത്ത് ക്യാപ്സൂളുകളുടെ ടിപ്പർ ലോറികൾ ഒരുപാട് ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതെ, തീർച്ചയായിട്ടും. അതായത് നികേഷ് കുമാറിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് നികേഷ് കുമാർ തന്നെ കൃത്യമായി ഒരു ക്യാപ്സ്യൂൾ ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്.